നമ്മുടെ നാട്ടിലെ ഓരോ പഞ്ചായത്തും എടുത്തു കഴിഞ്ഞാൽ ഓരോ പഞ്ചായത്തിലും പഠിക്കാൻ സാഹചര്യമില്ലാത്ത കുറെ കുട്ടികളുണ്ടാവും. ആ കുട്ടികളുടെയൊക്കെ നാളെയിലെ അവസ്ഥകൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു വരുമ്പോൾ നമ്മളെല്ലാം ചിന്തിക്കേണ്ടത് ഇങ്ങനെയുള്ള മോശം സാഹചര്യങ്ങളിൽ ജീവിച്ചു വരുന്ന കുട്ടികൾ അവർക്ക് ജീവിതത്തിൽ എങ്ങും എത്തിയില്ല എന്ന് തോന്നുന്ന അവസ്ഥയിലാണ് അവർ മറ്റുള്ള മോശം സാഹചര്യങ്ങളിലേക്ക് പോകുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ആ പഞ്ചായത്തിലെ തന്നെ കുറച്ച് ആളുകൾ ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും. കാരണം എന്തായാലും ഒരു ഫാമിലിക്ക് കഴിഞ്ഞുകൂടാൻ ഉള്ള വരുമാനത്തിൽ കൂടുതൽ വരുമാനമുള്ള കുറച്ച് ആളുകളെങ്കിലും നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ടാകും. അങ്ങനെയുള്ളവർ ചിന്തിക്കേണ്ടത് എന്റെ മക്കളെ പോലെ ഏതെങ്കിലും ഒരു കുഞ്ഞിനെയെങ്കിലും സമൂഹത്തിൽ നന്മയുള്ളവരാക്കി മാറ്റാൻ സാധിക്കുമെങ്കിൽ അത് ഞാൻ ചെയ്തിരിക്കും എന്നൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു കുട്ടിയെ അവർക്ക് രക്ഷിക്കാൻ കഴിയും. കാരണം ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ ഒരുപക്ഷെ പഠിക്കാനുള്ള സാഹചര്യം അവന്റെ വീട്ടിൽ കൊടുക്കാൻ ഉണ്ടാവില്ല. അവൻ വളർന്നു വലുതായിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് അവന്റെ മനസ്സിലെ പ്രശ്നങ്ങൾ കൂടി വരും. ശരിക്കും നമ്മളിൽ ആരെങ്കിലും ഒരാൾ അവനെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ ആ ഒരു നന്മ മാത്രം മതി ഒരുപക്ഷെ അവൻ ഈ സമൂഹത്തിന് നന്മ ചെയ്യുന്ന നാളെയിലെ ഒരു നല്ല വ്യക്തിത്വമായി തന്നെ വളർന്നു വരും. സാമ്പത്തിക ശേഷി ഇല്ലാത്ത വീട്ടിലെ ഒരു കുട്ടിയെ പഠിപ്പിച്ച് സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാക്കി മാറ്റുന്നത് കൊണ്ട് നമുക്ക് എന്താണ് ഗുണം എന്ന് ചിന്തിക്കുന്ന കുറച്ച് ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിലും നമ്മൾ കണ്ടിട്ടില്ല. ശരിക്കും അങ്ങനെ ചെയ്യുന്ന ഓരോ വ്യക്തിയും ദൈവങ്ങൾ തന്നെയാണ്. നന്മ ചെയ്യാൻ ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക, അല്ലേ? നിങ്ങൾ ചിന്തിക്കുക, ദൈവത്തെ പോലെ ആ കുടുംബവും ഒരു സമൂഹവും നിങ്ങളെ ആരാധിക്കുക തന്നെ ചെയ്യും.